നാളെ CA എക്സാംസിൻ്റെ റിസൾട്ട്സ് ആണ്. ഐ സിൻസിയർലി വിഷ് നിങ്ങൾ എക്സാംസ് ക്ലിയർ ചെയ്യട്ടെ, ഇൻഷാല്ലാ പാസ്സാവട്ടെ. ബട്ട് ഇഫ് ഡ്യൂ ടു എനി റീസൺ ഇഫ് നിങ്ങൾ എക്സാംസിൻ്റെ റിസൾട്ട് വിചാരിച്ച പോലെ ആയില്ല, മൈ ഓൺലി റിക്വസ്റ്റ് ടു യു ഇസ് നിങ്ങളായിട്ട് സ്വയം ഒരു കൺക്ലൂഷനിലേക്ക് എത്തരുത് ദാറ്റ് നിങ്ങളൊരു ഫെയിലിയർ ആണെന്നോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടത് പറ്റൂല എന്നോ. ഇൻവോൾവ് സമ്മൺ ഇൻ ദ പ്രോസസ്, ഡിസ്കസ് വിത്ത് സമ്മൺ ഹൂം പെർഹാപ്സ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അത് കേൾക്കാനുള്ള വാല്യൂ കൽപ്പിക്കുന്ന ഒരാളായിരിക്കണം. ആൻഡ് സമ്മൺ ഹൂ നോസ് അബൌട്ട് ദിസ് കോഴ്സ്. ഐ വുഡ് റാദർ സേ ഈ കോഴ്സ് ക്ലിയർ ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, CA ഇൻ്ററിൻ്റെ റിസൾട്ട് ആണെങ്കിൽ CA ഇൻ്റർ ക്ലിയർ ചെയ്ത ആൾക്കാർ, അവരുമായിട്ട് സംസാരിക്കാം. ബിക്കോസ് അറ്റ് ദിസ് മൊമെൻറ്റ് ഐ വോണ്ട് യു ടു റീകോൾ നിങ്ങളെ ഫാക്കൽറ്റി അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത എനി പേഴ്സൺ. അവർ പറഞ്ഞ ഓരോ സ്റ്റോറിയിൽ മേ ബി അവരെ എത്ര അറ്റംപ്റ്റ് എടുത്തിട്ടാണ് അവർ ക്ലിയർ ചെയ്ത് എന്നൊക്കെ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നൊരു മോട്ടിവേഷനായിട്ട് എടുത്തപ്പോൾ നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ ജസ്റ്റ് ഒരു സ്റ്റോറി മാത്രമായിരുന്നു. ബട്ട് അവർ ഓരോ അറ്റംപ്റ്റിൽ അവർ മേ ബി ഫെയിലായ സ്റ്റോറി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോൾ അവർ ചിരിച്ച് പറയുമ്പോഴും ഇന്ന് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് വാട്ട് ദേ വാണ്ടഡ് ടു അച്ചീവ്. ആൻഡ് അവർക്ക് പണ്ട് ഫേസ് ചെയ്ത ഫെയിലിയേഴ്സ് കാര്യങ്ങൾ അതിൽ നിന്ന് അവർ ലേൺ ചെയ്ത ലെസൺസ് അതൊക്കെ ഓവറോൾ ആസ് എ ഹ്യൂമൻ ബീങ് അവരെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സിൽ ഹൂമെവർ യു വാല്യൂ അവരെ ഈ ഒരു ഡിസ്കഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഓർ മേ ബി ഇപ്പോൾ if you can involve me in this process, I would definitely be happy, because we as a faculty, we are not just people. നമ്മൾ സ്റ്റുഡൻസിന് ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഭയങ്കര ഹൈ മാർക്സ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ പാസ്സായി കണ്ടാൽ ഓക്കെ വി ആർ വെരി എക്സൈറ്റഡ്. നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ വി ഹാഡ് ഹൈ ഹോപ്സ് ഇൻ യു, അത് പോയി നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയി. CA കോഴ്സിൽ പൊതുവേ ഒരു ഫാക്കൽറ്റി അങ്ങനെ ആവാറില്ല. വി നോ ദി ചാലഞ്ചസ്, പാത്ത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അതൊക്കെ റിയലൈസ് ചെയ്തിട്ട് തന്നെ അടുത്ത കറക്റ്റീവ് മെഷേഴ്സ് എന്തെടുക്കണം എന്ന് ഒരു പക്ഷേ നിങ്ങൾ അഡ്വൈസ് എടുക്കുന്ന പേഴ്സൺ നിങ്ങൾക്ക് ഇൻഷാല്ലാ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റും. കാരണം CA എക്സാംസിൽ തന്നെ പലരും, ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ കുറേ സ്റ്റുഡൻസിനെ ഞാൻ കാണാറുള്ളത്, ചിലപ്പോൾ അവർ ചിലപ്പോൾ റിസൾട്ട് എന്നോട് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല ഫെയിലായ കാര്യമൊക്കെ. പിന്നീട് എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു ക്രാഷ് ബാച്ച് എടുക്കാൻ പോകുമ്പോഴേക്കാർ അവരവിടെ കണ്ടിട്ടുണ്ടാവുക. ആൻഡ് ആ ക്രാഷ് ബാച്ച് ചിലപ്പോൾ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് അവരെ ആദ്യത്തെ ക്രാഷ്, മേ ബി സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ദിസ് ഈസ് എ കോഴ്സ് വേർ നമ്മൾ കുറേ വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്തതുകൊണ്ടും കാര്യമില്ല. ഓരോരുത്തരെ റീസൺസ് ഫോർ ചില സബ്ജക്റ്റിൽ ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസണൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് മേ ബി ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ ഗൈഡൻസ് റിക്വയർഡ് ആയിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് പ്രോബ്ലം യു ഫേസ്ഡ്. സോ പ്ലീസ് നിങ്ങളായിട്ട് സ്വയം ഒരു കൺക്ലൂഷനിലേക്ക് എത്തരുത്. ഇൻക്ലൂഡ് സമ്മൺ ഇൻ ദിസ് പ്രോസസ്. ആൻഡ് ഞാൻ പാരൻസിനോടും എനിക്ക് എസ്പെഷ്യലി ഈ സമയത്ത് പറയാനുള്ളൊരു മെസ്സേജ്, വി ഹാവ് ഹൈ എക്സ്പെക്റ്റേഷൻ ഫ്രം അവർ ചിൽഡ്രൻ. പക്ഷേ അഥവാ റിസൾട്ട് മോശമായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിൽ നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അതിനെപ്പറ്റി മേ ബി വാട്ട് എവർ മേ ബി ദ പാസ്റ്റ്, കഴിഞ്ഞ് പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ റിസൾട്ടിൻ്റെ ദിവസം അവരെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടുതൽ വിഷമിപ്പിക്കാതെ മേ ബി അവരെ സപ്പോർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. എന്നിട്ടും അതിന് ശേഷം ഓക്കെ അവർ പഠിത്തം വേണ്ട പോലെ ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പോൾ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ അപ്പോൾ ഉപദേശിക്കുക എന്നല്ലാതെ ആ ഒരു ഓൾറെഡി ഇതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഷോക്കിൽ നിൽക്കുന്ന ഒരാളോട് ആ മൊമെൻറ്റ് വീണ്ടും നമ്മൾ ചിലപ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടേക്കാളും പലതും പറയുന്നുണ്ടാവും. ബട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് പലപ്പോഴും നെഗറ്റീവായിട്ടാണ് അടിക്കാറുണ്ട്. ഇൻഷാല്ലാ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഞാനാണെങ്കിലും ഓരോ സെഷൻസ് കഴിയുമ്പോൾ പലപ്പോഴും ഈ സക്സസ് സ്റ്റോറീസ് എന്നുള്ള സെഷൻസൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. I'm planning to do it this time as well, inshallah. അതിൽ തന്നെ the reason that we are doing all this is all these people, succeed ആയ ആൾക്കാർ, അവരും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോയിട്ടുള്ള സ്റ്റേജസ് നിന്നൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണ്. ഞാനും ആ സ്റ്റേജസ് നിന്ന് പോയിട്ടുള്ള ആളാണ്. സോ അവരെ മെസ്സേജസൊക്കെ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്ക് അവരെ ലൈഫിൽ ഓരോ ഇൻസിഡൻസ്, ചെറിയ മൊമെൻറ്റ്സൊക്കെ ചിലപ്പോൾ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. ഈ മൊമെൻറ്റിൽ ഈ മെസ്സേജ് നിങ്ങളോട് പാസ് ചെയ്യണം തോന്നി, അതാണ്. അത്യാവശ്യം ലേറ്റായി, എന്നാലും ഈ മെസ്സേജ് നിങ്ങളോട് പാസ് ചെയ്യാൻ ആയിട്ട് വന്നതാണ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ.